ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കാണുന്നത് ദ ബ്ലെസ്ഡ് ഗേൾ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ്. നിങ്ങൾ ഈ ഡ്രാമ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നേയുള്ള എപ്പിസോഡുകൾ കാണാനായി ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് പൂജാരിയുടെയും നമ്മുടെ ക്യാപ്റ്റൻ്റെ ഇടയിലേക്ക് ഹീറോയിൻ പോകുന്നതാണ്. അവളെ കണ്ട് അവർ പേടിച്ച് നിൽക്കും. നീ ആ കള്ളന്മാരുടെ കൂട്ടൊക്കെ കൂടി എല്ലാവരെയും നശിപ്പിക്കാൻ നോക്കിയിട്ട് വീണ്ടും എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ പൂജാരി പറയുന്നുണ്ട്, അയ്യോ ദൈവമേ, അങ്ങനെയൊന്നും അല്ല എന്ന്. അപ്പോൾ പറയും, പിന്നെ നിൻ്റെ കയ്യിലിരിക്കുന്ന എന്താ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ അവനും അത് കൊടുക്കുന്നുണ്ട്. അത് വായിച്ചു നോക്കുമ്പോൾ കാണുന്നത് ഇനിഷ വളരെ നല്ലവനാണ്, അവനെ രാജാവാക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു നോട്ടീസാണ്. അത് ക്യാപ്റ്റനാണ് എഴുതിയിരിക്കുന്നത്. ക്യാപ്റ്റൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നവൻ ചോദിക്കും. ഞാൻ ഇതുവരെ ഒരിക്കൽ പോലും ഇനിഷേനെ രാജാവാകാൻ സഹായിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ ദൈവത്തിൻ്റെ ശക്തി ഇനിഷയ്ക്കുണ്ടെന്ന് എഴുതാമെന്ന്. പിന്നെ പൂജാരി, ഇയാളിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ലേ, നിങ്ങളുടെ തലയിൽ എന്താ ആൾതാമസമില്ലേ എന്ന് ചോദിക്കുമ്പം അവൻ പറയുന്നുണ്ട്, അങ്ങനെയല്ല ദൈവമേ, അതായത് ഒരു രാജാവില്ല എന്നുണ്ടെങ്കിൽ ആ നാട്ടിലോട്ട് ഏത് രാജ്യക്കാരും വേണമെങ്കിലും നമ്മളെ വന്ന് ഭരിക്കാൻ സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് മാത്രമാണ് ഇനിഷേനെ രാജാവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി യുവാൻ രാജാവായി നമ്മുടെ ഹീറോ തിരിച്ചു വരത്തില്ല എന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കും. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ ഇതിനെ സമ്മതിച്ചിട്ടില്ലല്ലോ, പിന്നെ നിങ്ങളെങ്ങനെ തീരുമാനം എടുക്കാമെന്ന്. അതല്ല, ഞങ്ങൾക്ക് വേറെ വഴിയില്ല, രാജ്യത്തെയും ജനങ്ങളെയും രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്, ഞാൻ ഹിൻഷയെടുത്ത് സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇൻഷയെ കാണാൻ വേണ്ടി പുറപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഇൻഷയാണെങ്കിൽ അവൻ്റെ പടയാളികളെടുത്ത് നമ്മുടെ അതിർത്തികളിലെല്ലാം നിങ്ങൾ കാവലുണ്ടായിരിക്കണം, കാരണം സുവും പല രാജാക്കന്മാരും നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ആ സമയം ആരോ രണ്ടുപേര് കതകിനെ തകർത്തുകൊണ്ട് അകത്തോട്ട് വന്ന് വീഴുന്നുണ്ട്. ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വില്ലൻ്റെ കൊച്ചു മോനില്ലേ, അവനും അവൻ്റെ ബോഡി ഗാർഡും ഫൈറ്റേഴ്സുമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ പപ്പേനെ കൊന്നല്ലേ, അതായത് ഈ രാജാവ് അയാൾക്ക് സ്ഥാനം കൊടുത്തിട്ട് നിങ്ങൾ എന്തിനാ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ ഇൻഷ പറയുന്നുണ്ട്, നിൻ്റെ പപ്പ ഒരുപാട് രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൊന്നതെന്ന്. പോരാത്തൻ്റെ വില്ലൻ്റെ മോനായതുകൊണ്ട് നിന്നെയും കൊല്ലേണ്ടതാണ്, പക്ഷെ ഒരു കുട്ടിയായതുകൊണ്ട് ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് ഇൻഷ തിരിയാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ബോഡി ഗാർഡാണെങ്കിൽ അവൻ്റെ പിറകെ പോയി അടിക്കാൻ പോകും. ആ സമയം അവനാണെങ്കിൽ ഒരു ദയാദാക്ഷിണ്യമില്ലാണ്ട് ബോഡി ഗാർഡിനെ ചവിട്ടി തെറിപ്പിക്കുന്നുണ്ട്. എൻ്റെ ബോഡി ഗാർഡിനെ നീ അടിക്കാനായോ എന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടി പയ്യനാണെങ്കിൽ ആ ഒരു വാളും എടുത്ത് ഇൻഷയെ കുത്താൻ വേണ്ടി വരുമ്പം ഇൻഷ അവൻ്റെ കയ്യിലുള്ള വാൾ വെച്ചിട്ട് അതിനെ തട്ടിക്കളയുന്നുണ്ട്. എന്നിട്ട് ദേഷ്യം വരുന്ന ഇൻഷ അവൻ്റെ വാളിനെ പീസ് ആക്കി ആ കുട്ടിപ്പയ്യനെ കൊല്ലാനുള്ള ആ ഒരു നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുട്ടിപ്പയ്യൻ മരിക്കുന്നു. ആ സമയം ആ ഒരു വാളിനെയെല്ലാം അവൻ്റെ ബോഡി ഗാർഡ് ചാടി ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ആ ഒരു വാളിൻ്റെ മൂർച്ച കൊണ്ട് തന്നെ അവൻ അവിടെ ആ സെക്കൻഡ് തന്നെ മരിച്ചു വീഴുന്നുണ്ട്. നമ്മുടെ കുട്ടിപ്പയ്യന് എല്ലാവരും ഷോക്കാവും. ഇൻഷയാണോ ഈ ഒരു കുഞ്ഞു കുട്ടിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് നമുക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയും. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോയിൻ വരുന്നുണ്ട്. ഇൻഷ, ഇതെന്താ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഒരു ബോഡി ഗാർഡിനെ അവളുടെ ഹീലിംഗ് പവർ ഉപയോഗിച്ച് അവൻ രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഇൻഷയുടെ അടുത്ത് ചോദിക്കും, നിനക്ക് എന്നോട്ടാണ് ഇത്രയ്ക്ക് ദുഷ്ടനാവാൻ പറ്റിയത്, നീ ഒരു കുട്ടിയാണെന്നോഴും കാണാതെ നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു, ഒരു രാജാവിൻ്റെ കസേര കണ്ടപ്പോൾ നിനക്ക് ഇങ്ങനെയൊക്കെ മാറാൻ കഴിഞ്ഞു എന്ന് ചോദിക്കും. അതെല്ലാം പോട്ടെ, യുവാൻ രാജ്യത്തിൻ്റെ രാജാവായി നമ്മുടെ ഹീറോയെ കാണാതായിട്ട് 2 ദിവസമായി, നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഇൻഷ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ആൾക്കാരെ വിട്ട് അന്വേഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നതെന്ന്. പിന്നെ ഞാനിവിടെ രാജാവാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല, യുവാൻ രാജ്യത്തിൻ്റെ രാജാവും വില്ലൻ്റെ രാജ്യത്തിൻ്റെ രാജാവുമായിട്ടുള്ള 2 പേരും നഷ്ടപ്പെട്ടു. അപ്പോൾ ഏത് അതിർത്തിയിലൂടെയാണ് ഏവരാണ് വന്ന് ഫൈറ്റ് ചെയ്യാൻ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ രാജാവാൻ വിചാരിച്ചത്. നീ ഈ 2 രാജ്യത്തിനും ഒരു പ്രശ്നവും വരുത്തില്ല എന്ന് നീ എനിക്ക് വാക്ക് താ, ഞാൻ പിന്നെ രാജാവാകുന്നതിനെ കുറിച്ച് സംസാരിക്കത്തില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒന്നും തന്നെ മറുപടി പറയാൻ ഉണ്ടാവില്ല. അവൾ അവിടെ നിന്ന് മിണ്ടാതെ നിൽക്കുന്നുണ്ട്. സീനിൽ ഇൻഷ ചോദിക്കും, നമ്മുടെ ഹീറോയിനെ രാജാവാക്കും, നിനക്ക് എന്തെങ്കിലും ഉറപ്പാണെന്ന്. അപ്പോൾ ക്യാപ്റ്റൻ പറയും, നീ സംശയമൊന്നും വേണ്ട, അവൾ നിന്നെ രാജാവാക്കുക ചെയ്യുന്നു. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോയിൻ വരുന്നുണ്ട്. എന്താ ക്യാപ്റ്റൻ, നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണോ? പിന്നെ മെങ്ങ് മരിച്ച ദിവസം നീ എന്നെ കൺട്രോൾ ചെയ്തത് ഈ ഒരു മെമ്മറി സ്റ്റോൺ വെച്ചല്ലേ എന്ന്. അത് കാണുന്ന ക്യാപ്റ്റനാണെങ്കിൽ ഒന്ന് പേടിയാവുന്നുണ്ട്. അവൻ നൈസായിട്ട് അത് വാങ്ങിക്കാൻ നോക്കുമെങ്കിലും അത് അവൾക്കിനി കിട്ടത്തില്ല. ആ മെമ്മറി സ്റ്റോൺ അവളുടെ കയ്യിലുള്ളടുത്ത സമയത്ത് അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ സമയം അവൾ ദേവതയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെന്നില്ലാതെ നോക്കാതെ അവരെ കൊന്നുകളയും. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ ഇവിടെ നിന്ന് നൈസായിട്ട് പോകാൻ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ ഹീറോയിൻ പറയും, നീ മുങ്ങാനൊന്നും നോക്കണ്ട, അവിടെ നിൽക്കേ, എനിക്കറിയാം ഞാനിത് വെച്ചിട്ടിരിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ദേവതയായിട്ട് മാറും, എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെ കൊന്നുകളയെന്നുള്ളത്. എന്തായാലും നിൽക്ക്, നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാം എന്ന് പറഞ്ഞ് അവനെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. ആ സമയം നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു മെമ്മറി സ്റ്റോൺ കാറ്റിൽ പറന്നു പോയി നമ്മുടെ അനിയത്തിയുടെ കയ്യിൽ വീഴുന്നുണ്ട്.
ലിങ്ലോങ്, നീ ഇതെന്താ ചെയ്യുന്നത്? ഇത് നിന്റെ കയ്യിലിരിക്കുന്നത് അപകടമാണെന്ന് നിനക്ക് അറിയത്തില്ലേ? പിന്നെ നീ എന്തിനാ ഇത് വെച്ച് കളിക്കുന്നത്? ഇത് നിനക്ക് മാത്രമല്ല, നിനക്ക് ചുറ്റുമുള്ളവർക്കും അപകടമാണ്. അതുകൊണ്ട് ഇത് നീ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. ആ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അതിനെ അവിടെ വെച്ച് നശിപ്പിച്ച് കളയുന്നുണ്ട്. എന്നിട്ട് ക്യാപ്റ്റനോട് പറയും, ഇതെല്ലാം കണ്ട് നീ സമാധാനപ്പെടണ്ട, നിനക്കുള്ള പണി ഞാൻ വേറെ തരുന്നുണ്ടെന്ന്. അതിനുശേഷം നമ്മുടെ അനിയത്തിയാണെങ്കിൽ ലിഷേനെ രഹസ്യമായിട്ട് കാണാൻ പോകും. ആ സമയം അവളാണെങ്കിൽ നമ്മുടെ അനിയത്തിക്ക് ചെറിയൊരു കുപ്പി കൊടുക്കുന്നുണ്ട്. അതെന്താണെന്നൊന്നും അവിടെ പറയുന്നില്ല കേട്ടോ. അതിനുശേഷം അനിയത്തിയുടെ റൂമിലോട്ട് ക്യാപ്റ്റൻ വരുന്നുണ്ട്. നീ എന്തിനാ പതിവില്ലാതെ എൻ്റെ മുറിയിലോട്ട് വന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നതാണ്, നീ ഇന്ന് എൻ്റെ കൂടെ ഡിന്നർ കഴിക്കാൻ വരുമോ എന്ന്. അപ്പോൾ നമ്മുടെ അനിയത്തിയും ചോദിക്കും, ഞാൻ നിൻ്റെ കൂടെ ഡിന്നർ കഴിക്കാൻ വരാനോ? ഞാനങ്ങനെ വന്നാൽ എന്താ പ്രയോജനം എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇൻഷേനെ എന്തിനാണ് രാജാവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്? പിന്നെ നമ്മുടെ ഹീറോ മെങ്, അവർക്കൊക്കെ എന്താ സംഭവിച്ചത്? വില്ലൻ എങ്ങനെയാണ് മരിച്ചത്? ഞാൻ എന്തിനൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിന്നോട് പറയാം. നമ്മുടെ അനിയത്തിക്കാണെങ്കിൽ നല്ലൊരു അവസരമാണ് എന്തിനാണ് ഇവനെല്ലാം ചെയ്യുന്നതെന്ന് അറിയാന്നുള്ളത്. അതുകൊണ്ട് തന്നെ അനിയത്തി അതിന് പോകാനായിട്ട് വിചാരിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ പറയുന്നുണ്ട്, ഇതെല്ലാം ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ നീ എന്നോട് ഡിന്നറിന് വന്നാൽ മാത്രമേ ഉള്ളെന്ന്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നു പോവുകയായിരിക്കും. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ എൻ്റെ കൂടെ വരാൻ വേണ്ടി വിളിച്ചതെന്ന്. ഓ, ബർത്ത്ഡേ? എന്തിനാ ക്യാപ്റ്റൻ നുണ പറയുന്നത്? നീ ഈ നാടിൻ്റെ മൊത്തം അറിയപ്പെടുന്ന ഒരാളാണ്. നിൻ്റെ ബർത്ത്ഡേ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാരെല്ലാം നിന്നെ തലയിൽ വെച്ചല്ലേ ആഘോഷിക്കും. അങ്ങനെയൊന്നും ഇവിടെ ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ നീ ചുമ്മാ പറയുന്നതാണെന്ന്. അപ്പോൾ ക്യാപ്റ്റൻ പറയും, എൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, ഈ നാട്ടിലുള്ള ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ അവൾ ചോദിക്കും, എനിക്കിതുവരെ ഒരു കാര്യമാണ് മനസ്സിലാവാത്തത്, ഞാനെന്താ നിനക്ക് അത്രയ്ക്ക് സ്പെഷ്യലായെന്ന്. അപ്പോൾ ക്യാപ്റ്റനും പറയും, എനിക്കും ആ ചോദ്യം തന്നെയാണുള്ളത്, എനിക്ക് എന്തുകൊണ്ടാണ് നീ സ്പെഷ്യലെന്ന്. എന്നിട്ട് അവരാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ കയറും. അപ്പോൾ ആ ലേഡി ആണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റനെ നോക്കിയിട്ട്, നീ എൻ്റെ വീടിനടുത്തുള്ള ആളല്ലേ എന്നെല്ലാം ചോദിക്കും. അപ്പോൾ അവൻ പറയും, ആൾ മാറിയതായിരിക്കുമെന്ന്. എന്നിട്ട് അവരാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ അനിയത്തി ശ്രദ്ധിക്കാത്ത രീതിയിൽ അവളുടെ കയ്യിലുള്ള ആ ഒരു ബോട്ടിലിനെ തുറക്കുന്നുണ്ട്. അതിൽ നിന്ന് രക്തമെല്ലാം പുറത്തു വരുന്നത്. ആ സമയം അവിടേക്ക് ആ ഒരു ലേഡിയുടെ ഹസ്ബൻഡും വരുന്നുണ്ട് ഫുഡും കൊണ്ടിട്ട്. ക്യാപ്റ്റൻ, നിങ്ങളായിരുന്നോ? നിങ്ങൾ കാരണമാണ് എനിക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് തന്നെ വെക്കാൻ പറ്റിയത്. നിങ്ങളെ ഞാൻ നന്ദി അറിയിക്കുന്നു എന്നെല്ലാം പറഞ്ഞാണ് ഒരുപാട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് ആ ഒരു ഹസ്ബൻഡ് വൈഫ് അകത്തോട്ട് കിച്ചണിൽ പോകുന്നുണ്ട്. ആ സമയം നമ്മുടെ അനിയത്തി ക്യാപ്റ്റൻ്റെ അടുത്ത് ചോദിക്കും, എന്താ ക്യാപ്റ്റൻ, നീ എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ടല്ലോ, ശരിക്കും അവരാരാണെന്ന്. അപ്പോൾ ക്യാപ്റ്റൻ ഒരു കഥ പറയാൻ തുടങ്ങും. അതെൻ്റെ അമ്മയും പപ്പയാണെന്നുള്ള കാര്യം. പണ്ട് എൻ്റെ അമ്മയും പപ്പയും ഞങ്ങൾ ആദ്യം ഉപദ്രവിച്ച സമയത്താണ് ഞങ്ങളുടെ ഗുരു വന്നതും. ഗുരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അവർ ദത്തെടുത്തു. അതിനുശേഷം ഞാൻ ആ നിയാലിംഗ് പെബ്രിയൻ്റെ ആ ഒരു ഗുരുവിൻ്റെ കൂടെയാണ് താമസിക്കുന്നതും വളർന്നതുമെല്ലാം. പിന്നെ എൻ്റെ മാതാപിതാക്കൾക്കുള്ള ആ ഒരു ഓർമ്മകളെയെല്ലാം നല്ലൊരു ജീവിതം നയിക്കുന്ന ആ ഒരു കുടുംബം പോലെ ആക്കിയതെല്ലാം ഗുരുവാണെന്നുള്ള കാര്യമെല്ലാം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ഓരോ കഥകളും അവനാണെങ്കിൽ നമ്മുടെ അനിയത്തിയെടുത്ത് പറയുന്നുണ്ട്. അനിയത്തിക്കും അവന് കുറച്ച് നല്ലവനാണ്, അവൻ്റെ മാതാപിതാക്കൾ ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ടും അവരോട് അവൻ ക്ഷമിച്ചു. പിന്നെ അവൻ്റെ സ്നേഹം വെച്ചിട്ട് അവൻ ആരെയും പറ്റിക്കുന്നില്ല എന്നെല്ലാം തോന്നുന്നുണ്ട്. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവനക്കാണെങ്കിൽ നമ്മുടെ ആ മാതാപിതാക്കൾക്കാണെങ്കിൽ ഒരു ഗോൾഡിൻ്റെ കോയിൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരങ്ങോട്ട് പോകും. ഈ പപ്പയാണെങ്കിൽ ആ ഒരു കോയിനെ കടിച്ചൊക്കെ നോക്കുന്നുണ്ട്. ഇവനങ്ങോട്ട് പോയതിന് ശേഷമാണ് ഇനി ശരിക്കും നല്ലവനാണോ മോശപ്പെട്ട ആളാണെന്നുള്ളത് കാണുന്നത് കേട്ടോ. ഇവനാണെങ്കിൽ ആ പപ്പയ്ക്ക് ആ ഒരു ഗോൾഡ് കോയിൻ കൊടുത്തില്ലേ, അത് കടിക്കുന്ന പപ്പയാണെങ്കിൽ ചോര വായിൽ നിന്ന് വന്ന് അവിടെ മരിച്ചു വീഴുകയാണ്. സത്യത്തിൽ ഇൻഷയാണെങ്കിൽ ആ ഗോൾഡ് കോയിനിൽ വിഷം പുരട്ടിയിട്ടുണ്ടായിരുന്നു. പപ്പ അത് കടിക്കും എന്നുള്ളത് ക്യാപ്റ്റന് നേരത്തെ തന്നെ അറിയായിരുന്നു. പിന്നെ ക്യാപ്റ്റൻ എന്തിനാണ് നമ്മുടെ അനിയത്തി ഇവിടെ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മാതാപിതാക്കൾ എത്രയും ദ്രോഹിച്ചിട്ടും അവൻ ഇങ്ങനെയൊക്കെ നല്ലപോലെ ചെയ്യുന്നവനാണ്, ഇവൻ നല്ലവനാണ് എന്നെല്ലാം കാണിച്ച് നമ്മുടെ അനിയത്തിയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കൊണ്ടുവന്നതാണ് കേട്ടോ. മൊത്തത്തിൽ പറഞ്ഞാൽ ക്യാപ്റ്റൻ അത്ര നല്ലവനൊന്നും അല്ലെന്ന് കാണിക്കുന്നതാണ്. അങ്ങനെ അവർ തിരിച്ചെത്തിയ ശേഷം നമ്മുടെ ക്യാപ്റ്റനാണെങ്കിൽ നമ്മുടെ അനിയത്തിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. സമയം നമ്മുടെ അനിയത്തി ഇതെന്താണെന്ന് ചോദിക്കും. ഇത് നിനക്ക് വേണ്ടി ഒരു സമ്മാനമാണെന്ന് പറയും. അപ്പോൾ അവൾ ചോദിക്കും, നീ എന്നോട് എന്താ പറഞ്ഞത്? ഞാൻ നിൻ്റെ കൂടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ നിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ക്യാപ്റ്റനും പറയുന്നുണ്ട്, രാത്രി ഞാൻ ഒരു വലിയ ഡിന്നർ നിനക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ആ സമയം ഞാൻ എല്ലാം പറയാം, നീ എൻ്റെ കൂടെ ഡിന്നർ കഴിക്കാൻ വരണമെന്ന്. അവളാണെങ്കിലും ശരിയെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗിഫ്റ്റും വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ പോകുന്ന വഴിക്ക് വെച്ച് ലിഷ അവളെ കാണും. എന്നിട്ട് നീ എൻ്റെ അടുത്താണെങ്കിൽ മെങ്ങിൻ്റെ മണം വരുന്നല്ലോ എന്നു പറയുമ്പോൾ മെങ്ങിൻ്റെ മണം അതിനൊന്നും സാധ്യതയില്ല എന്ന് പറയും. സംശയം തോന്നിയ ലിഷയാണെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് തുറന്നു നോക്കും. അതിനകത്ത്
അകത്താണെങ്കിൽ ഒരു മെമ്മറി സ്റ്റോൺ ഉണ്ടാവുക. അപ്പോൾ ലിഷയും പറയും, എന്നോടൊരിക്കൽ മെങ്ങു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗുരു ആകെ രണ്ട് മെമ്മറി സ്റ്റോണാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ ഹീറോയിൻ്റെ കഴുത്തിൽ കിടന്നത്, മറ്റൊന്ന് ആ ഒരു അഗ്നിനഗരത്തിലെ ദേവത അതായത് ഹുക്കും രാജ്ഞിയുടെ കഴുത്തിൽ കിടന്നത്. പക്ഷേ ആ 2 മെമ്മറി സ്റ്റോണും പൊട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ മെമ്മറി സ്റ്റോൺ ഏതാണ്? ഇനി ഒരു പക്ഷേ ക്യാപ്റ്റന് മെമ്മറി സ്റ്റോൺ ഉണ്ടാക്കാനുള്ള ഒരു പവർ ഉണ്ടോ എന്ന് നോക്കി രണ്ടുപേരും കൂടെ അന്തം വിട്ട് നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയാണ് ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു സ്മൈലി എങ്കിലും കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം.